ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ വർക്കിന് പോകുന്നതിന് മുൻപുള്ള എൻ്റെ കുറച്ച് അടുക്കളയിലെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ഒരു ലോങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എല്ലാതും ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ 8 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക. അപ്പോൾ അതിൻ്റെ മുൻപുള്ള എൻ്റെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്ന സപ്പോർട്ടൊക്കെ എല്ലാവരും ഈ വീഡിയോയ്ക്കും തരണമെന്ന് ഞാൻ എല്ലാവരോടും പറയുകയാണ്. അപ്പോൾ ഞാനിത് മോർണിംഗിൽ ഷൂട്ട് ചെയ്ത് പോയാൽ പിന്നെ വന്നിട്ട് ഈവനിങ്ങിലാണ് എഡിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ വോയിസൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിലൊക്കെ അത് എനിക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടാറില്ല. കാരണം എനിക്ക് ഒരു 6 മണീൻ്റെ ഉള്ളിലായിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഞാനങ്ങനെ അധികമൊന്നും തെറ്റുകളൊന്നും തിരുത്താറില്ല. ഞാനങ്ങനെ നോർമലായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ദോശയും പിന്നെ അതേപോലെ തന്നെ ഒരു അപ്പം ഉണ്ട് കേട്ടോ. കുറച്ച് ദോശയും ചുട്ടു, പിന്നെ കുറച്ച് ഒരു പാലപ്പം പോലത്തെ ഒരു ടൈപ്പുള്ള ഒരപ്പമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ അപ്പുറത്ത് ചായയും പിന്നെ എനിക്കും മോൾക്കും കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ദോശ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ദോശയും മാവൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ദോശയും പിന്നെ കുറച്ച് ഈ ടൈപ്പുള്ള അപ്പമൊക്കെ ചുട്ടത്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കി. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ മാവും ഇതൊക്കെ തീർന്നു കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ മട്ടരിച്ചോറാണ് വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ ടൈം വേവണമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഉമ്മ അടുപ്പത്ത് നമ്മൾ ചോറൂത്തിനുള്ളൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറി ഇതാ ചെറുപയറൊക്കെ ആയിരുന്നു. അപ്പോൾ അതും ഉമ്മ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും ഞാൻ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ തയ്യാറാവുന്ന ടൈം കൊണ്ട് ഞാനിതാ ലഞ്ചിന് കൊണ്ടുപോകാനുള്ള കറികളും കാര്യങ്ങളൊക്കെ ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് വെണ്ടക്ക ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതാവുമ്പോൾ ഇഷുമോക്കും പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ അരിഞ്ഞ് സെറ്റാക്കുകയാണ്. അങ്ങനെ വെണ്ടക്കൊക്കെ അരിഞ്ഞ് ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഉമ്മ അപ്പുറത്ത് ക്യാബേജ് തോരൻ വെക്കാനുള്ള ക്യാബേജൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടി അരിഞ്ഞിടാണ്. അപ്പോൾ നല്ല ഭംഗിയാണല്ലോ കാണാൻ. അപ്പോൾ അത് വിചാരിച്ച് ഞാൻ അതും അങ്ങനെ കട്ട് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ള പച്ചമുളകും തേങ്ങയൊക്കെ ഉമ്മ ചതക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ ആകെ ഒരു തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടുന്ന ഓരോ ടൈമിലൊക്കെ ഞാൻ ക്യാമറ വെച്ചിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായാലും ഞാനൊരു ഫുൾ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കട്ടിംഗ് ബോർഡൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൈ വെച്ചിട്ട് അങ്ങനെ കത്തി കൊണ്ട് അങ്ങനെ അരിയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരിയാണ് കേട്ടോ. എനിക്കറിയാം എനിക്ക് കൂടുതൽ ഇതിൽ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും ഉള്ള വീഡിയോസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടുകയാണ്. അങ്ങനെ നമ്മൾ വെണ്ടക്ക മെഴുക്ക് വരട്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മളെ ക്യാബേജ് തോരനൊക്കെ റെഡി ആവുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു പകുതി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മുരിയണം, എന്നാലേ കഴിക്കാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മളെ ചമ്മന്തിക്കുള്ള ഡ്രൈ ആയിട്ടുള്ള പ്രോൺസും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉണക്ക പച്ചമുളകും കൂടിയിട്ട് വറുക്കുന്നുണ്ട്. അത് വറുത്തിട്ട് പിന്നെ അതിലേക്ക് ചെറിയുള്ളിയും പുളിയും ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു മോർണിംഗ് കുക്കിംഗ് വ്ളോഗ്. പിന്നെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഞങ്ങൾ കുളിച്ച് ഫ്രഷായി പോയിട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്.